ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വെർബാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുള്ള് വെച്ചിട്ടും കമ്മ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ്. ഓക്കെ, അപ്പോൾ അതല്ലാത്ത ഫ്രേസൽ വെർബിന്റെ ഒക്കെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടെ കാണാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ഫ്രേസൽ വെർബ് എല്ലാം കൂടെ ഒറ്റ ദിവസം പഠിക്കാൻ വിചാരിക്കരുത് കേട്ടോ. നമുക്ക് എന്താ പറയുക, ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ദിവസേന പഠിക്കാം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. പുൾ ത്രൂ. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ് ഓർ അതർ ഡേഞ്ചറസ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പുൾ ത്രൂ. മനസ്സിലായോ? തരണം ചെയ്യുക. ഇപ്പൊ സൂക്കേടൊക്കെ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പുൾ ത്രൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാഡ് നെവർ ഹാവ് മാനേജ്ഡ് ഓൺ ഹിസ് ഓൺ ബട്ട് ഹിസ് കൊളീഗ്സ് ഹാവ് പുൾഡ് ഹിം ത്രൂ. അല്ലെ, ഹിസ് കൊളീഗ്സ് ഹാവ് പുൾഡ് ഹിം ത്രൂ. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞിട്ടില്ലേ? അവന് സെൽഫായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അല്ലെ, പക്ഷെ അവന്റെ കൊളീഗ്സ് ആണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തരണം ചെയ്യാനൊക്കെ അവനെ സഹായിച്ചത് എന്നുള്ളൊരു മീനിങ് ആണ് പുൾ ത്രൂ. ഇനി നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ കൂടെ അല്ലെ, അതിനുള്ളിൽ കൂടെ എന്നൊക്കെ ഒരു മീനിങ് അല്ലേ ഈ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനുള്ളിൽ കൂടെ പുള്ള് ചെയ്തു. പുള്ളിയാന്ന് പറഞ്ഞാൽ എന്താ? വലിക്കുക എന്നൊക്കെ ഒരു മീനിങ് അല്ലേ വരുന്നത്. അപ്പൊ അതിനുള്ളിൽ കൂടെ വലിച്ചെടുത്തു. നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കിയേ, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് കിട്ടും അല്ലെ. അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്താ, അതിൽ കൂടെ ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുക അല്ലെ, വലിച്ചെടുക്കാൻ നോക്കുക. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ വലിച്ചെടുക്കാൻ നോക്കുക. അപ്പൊ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതിന്റെ മീനിങ്. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ത്രൂ ആൻ ഇൽനെസ് ഓർ അതർ ഡേഞ്ചറസ് ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. പുൾ ഔട്ട് ആണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടല്ലോ, ഈ പുള്ള് വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കോഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഈ പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടു ലീവ് അല്ലെങ്കിൽ ഡിപ്പാർട്ട് ഓർ വിത്ഡ്രോ. അതായത് അവിടെ നിന്ന് ലീവ് ചെയ്യുക അല്ലെ, അവിടെ നിന്ന് പോവുക അല്ലെങ്കിൽ ഡിപ്പാർട്ട് ചെയ്യുക, അവിടെ നിന്ന് പോവുക. നമ്മൾ പറയില്ലേ വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്ന് പോവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ, പുൾ ഔട്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കൊരു വണ്ടി ഉണ്ടെന്ന് വിചാരിച്ചോ കേട്ടോ. നമുക്കൊരു വണ്ടി ഉണ്ട്, അത് പുറത്താണ് കേട്ടോ. നമ്മുടെ വണ്ടി എവിടെയാണ്? പുറത്താണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇങ്ങനെ എന്താ പറയാ, ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഔട്ടിൽ പോയിട്ട് അത് പുള്ള് ചെയ്യും എന്ന് വിചാരിക്കുക കേട്ടോ. നമ്മൾ ഔട്ടിൽ പോയിട്ട് അതിങ്ങനെ പുള്ള് ചെയ്ത് നമ്മൾ അവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പോവും, ലീവ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഒന്നുകൂടെ പറയാം. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ലീവ് ആണ്. നമ്മുടെ ഒരു വണ്ടി ഔട്ടിലാണെന്ന് വിചാരിക്കുക. ഈ വണ്ടി നമ്മൾ പുള്ള് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ലീവ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. പുൾ ഔട്ട് മീൻസ് ടു ലീവ് അല്ലെങ്കിൽ ഡിപ്പാർട്ട് ഓർ വിത്ഡ്രോ. അടുത്ത് നോക്കാം. പുൾ ഓവർ ആണ്. പുൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ്. അതായത് റോഡിന്റെ സൈഡിൽ നമ്മുടെ കാറ് നിർത്തിയിടുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അല്ലെങ്കിൽ കാറ് മാറ്റിയിടുക, റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയിടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പുൾ ഓവർ കേട്ടോ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ പോലീസ് ഓഫീസർ പുൾഡ് ഹിം ഓവർ ഫോർ ചേഞ്ചിങ് ലെയിൻസ് വിത്തൗട്ട് സിഗ്നലിംഗ്. ഓക്കെ, അപ്പൊ പുൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ആ സൈഡിലേക്ക് കാറ് മാറ്റിയിടുക അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, പുൾ ഓവർ എന്ന് പറയുമ്പോൾ ഓവർ എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം കേട്ടോ. ഓവർ ഓവറായിട്ട് ഇപ്പൊ എന്തെങ്കിലും എന്താ പറയാ, നമ്മൾ റോഡിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഓവറായിട്ട് എന്തെങ്കിലും ഷോ ഒക്കെ കാണിച്ചു എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? പോലീസുകാർ എന്ത് പറയും? അത് പുള്ളി ചെയ്തിട്ട് ആ കാറ് പുള്ളി ചെയ്തിട്ട് ആ സൈഡിൽ കൊണ്ടുപോയിട്ട് ഒതുക്കിയിടാനൊക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാലോ. പുൾ ഓവർ, ഓവറായിട്ട് നമ്മൾ എന്തെങ്കിലും ഷോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ആ സൈഡിലേക്ക്, ആ റോഡിന്റെ സൈഡിലേക്ക് പുള്ളി ചെയ്ത് മാറ്റാൻ പറയും. അപ്പൊ പുൾ ഓവർ കിട്ടിയല്ലോ. ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ്. ഓക്കെ ആണോ? ഒന്നും കൂടെ പറയാം. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പുള്ളി ചെയ്ത് എടുക്കുക അല്ലെ. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അതൊക്കെ നമ്മൾ അതിജീവിക്കുക അല്ലെങ്കിൽ അത് തരണം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പുൾ ത്രൂ. പുൾ ഔട്ട്, ഔട്ടിൽ പോയിട്ട് നമ്മൾ പുൾ ചെയ്യാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മളത് പുൾ ചെയ്ത് പിന്നെ നമ്മൾ അവിടുന്ന് ലീവ് ചെയ്യാണ് കേട്ടോ. പുൾ ഓവർ, ഓവറായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഓവറായിട്ട് ഷോ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്ത് പറയും? അത് അവിടുന്ന് മാറ്റി ആ റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയിടാനൊക്കെ പറയും അല്ലെ. അപ്പൊ പുൾ ഓവർ എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് യുവർ കാർ അറ്റ് ദ സൈഡ് ഓഫ് ദി റോഡ്. അടുത്ത് നോക്കാം. പുൾ ഡൗൺ. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡെമോളിഷ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡിപ്രസ് സംവൺ. അതായത് ഇല്ലാണ്ടാക്കുക, നശിപ്പിക്കുക അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വിഷമിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് പുൾ ഡൗൺ. ഡൗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. അപ്പം ഒരാളെ വിഷമിപ്പിച്ചു എന്നുള്ള ഒരു മീനിങ് ഒക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഡൗൺ എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ ഡൗൺ വെച്ചിട്ട് മാത്രം കണക്ട് ചെയ്താൽ പോരാ അല്ലെ. കാരണം എന്താ? കാരണം എല്ലാ ഫ്രേസൽ വെർബിന്റെ ഒപ്പം ഇപ്പൊ പുട്ട് ഡൗൺ ഉണ്ട്, അങ്ങനെ എല്ലാത്തിന്റെ ഒപ്പം ഡൗൺ വരും. അപ്പൊ നമ്മൾ ഈ പുള്ളും കൂടെ വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇതേപോലെ ഒരു മലയുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് ഞാനൊരു കാറ് ഡൗണിലേക്ക് ഇങ്ങനെ
പുള്ള് ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ പുള്ളല്ല പുഷ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞാനൊരു കാറ് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യാന്ന് വിചാരിച്ചോ, ആ കാറിന് എന്താ പറ്റുക, ആ കാറ് താഴെ പോയിട്ട് ഇടിച്ച് ചീത്തയാവും അല്ലെ, ഡിസ്ട്രോയ് ആവും അല്ലെങ്കിൽ ഡെമോളിഷ് ആവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ പുഷാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക പുള്ള് കേട്ടോ. പുള്ള് ചെയ്തിട്ട് ഡൗണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുക, ആ കാർ അവിടെ പോയിട്ട് ചീത്തയാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. കിട്ടിയല്ലോ. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ആവുക അല്ലെങ്കിൽ ഡെമോളിഷ് ആവുക. അതിന്റെ ഒപ്പം തന്നെ ഡിപ്രസ് സമ്മൺ. അപ്പൊ ഇതേപോലെ നമ്മുടെ കാറ്, ഇപ്പൊ നമ്മുടെ കാറാണ് താഴെ പോയി ഇടിച്ച് പൊട്ടിപ്പോണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കില്ലേ. അപ്പൊ അതും കൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ, ഡിപ്രസ് സമ്മൺ എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ പുൾ ഡൗൺ നമ്മൾ പഠിച്ചു കേട്ടോ. നിങ്ങൾ ഇതെല്ലാം റിവൈസ് ചെയ്യണേ, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് സെറ്റ് ആക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, പുൾ അപ്പ് ആണ്. പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് ആണ്. എന്താണ് ടു സ്റ്റോപ്പ്? അപ്പൊ അതും ഇതേപോലെ തന്നെ നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഒരാളിങ്ങനെ കാർ ഇങ്ങനെ, പുള്ളല്ല ശരിക്കും പുഷാണ് കേട്ടോ, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. പുള്ള് ചെയ്തിട്ട് മുകളിൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലെ. ഈ കാർ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും, അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പുഷിന് പകരം പുള്ളാണെന്ന് ആലോചിക്കുക കേട്ടോ. പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് ആണ്. എന്താണ് ടു സ്റ്റോപ്പ്, നിർത്തേണ്ടതായിട്ട് വരിക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹീ പുൾഡ് അപ്പ് അറ്റ് ദ ട്രാഫിക് ലൈറ്റ്സ്. ട്രാഫിക് ലൈറ്റ്സ് വന്നപ്പോൾ അവൻ നിർത്തി എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ പുൾ ഡൗണിന്റെ സെനൻസ് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. അതേ പുൾ ഡൗൺ ദി ഓൾഡ് ബിൽഡിംഗ്. ഓൾഡ് ബിൽഡിംഗ് അവർ നശിപ്പിച്ചു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്തു, ഡെമോളിഷ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് പുൾ ഡൗൺ. ഇനി അടുത്ത് നോക്കാം, പുൾ ഫോർ ആണ്. പുൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? പുൾ ഫോർ എന്ന് പറഞ്ഞാൽ ടു എൻകറേജ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. ഇവിടെ നോക്കിയേ, 4 പേര് കൂടിയിട്ടാണ് പുള്ള് ചെയ്യണേ എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. 4 പേര് കൂടിയിട്ട് ഒരു കാർ ഇങ്ങനെ പുള്ള് ചെയ്യുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, നമ്മളിങ്ങനെ എൻകറേജ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ എടുക്കാമല്ലോ. കാരണം 4 പേരുണ്ടല്ലോ, നമ്മുടെ FOUR ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. 4 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണ് അല്ലെ, കാർ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഗുഡ് ലക്ക് ഇൻ ദി ഗെയിം ടുമാറോ, വി ആർ ഓൾ പുള്ളിങ് ഫോർ യു. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് മറക്കണ്ട കേട്ടോ. പുൾ ഫോർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. ഈ അടുത്ത് നോക്കിയേ, പുൾ ടുഗെദർ. പുൾ ടുഗെദർ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പറേറ്റ് ഇൻ എ ടാസ്ക് ഓർ അണ്ടർടേക്കിംഗ്. കോപ്പറേറ്റ് ചെയ്യുക, എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടല്ലോ, ടുഗെദർ ആണല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പുൾ ടുഗെദർ. എക്സാമ്പിൾ നോക്കിക്കോളൂ. എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ബിഗാൻ ടു പുൾ ടുഗെദർ ആസ് എ ടീം. എന്താണ്? എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ബിഗാൻ ടു പുൾ ടുഗെദർ ആസ് എ ടീം. എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അടുത്ത് നോക്കാം, പുൾ ബാക്ക് ആണ്. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിട്രീറ്റ് ആണ്. റിട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവാങ്ങുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. പുൾ ബാക്ക്, റിട്രീറ്റ്. അപ്പൊ റിട്രീറ്റ് ഒക്കെ നമ്മൾ സിനോണിംസിന്റെ ക്ലാസ്സിൽ കോഡ് വെച്ച് പറഞ്ഞിരുന്നതാണ് അല്ലെ. ട്രീറ്റ് ഒക്കെ നമ്മളോട് ആരെങ്കിലും ചെയ്യാനൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിൻവാങ്ങും, നമ്മൾ പതുക്കെ ഇങ്ങനെ വലിയാനൊക്കെ ശ്രമിക്കും. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, റിട്രീറ്റ് കേട്ടോ. ഇനി പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് ആണ് അല്ലെ. ടു മൂവ് ബാക്ക്വേർഡ്സ് ഓർ എവേ ഫ്രം സംവൺ, അതാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി ലീൻ ഫോർവേഡ് ടു ഹിറ്റ് ഹർ. അവൻ അവളെ അടിക്കാൻ തുനിഞ്ഞു, പക്ഷെ അവൾ എന്ത് ചെയ്തു? അവൾ അവിടുന്ന് പിൻവാങ്ങി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. പുൾഡ് ബാക്ക് കേട്ടോ, റിട്രീറ്റ്. നമുക്കറിയാലോ അല്ലെ, പുൾ ബാക്ക്, നമ്മളൊന്ന് ബാക്കിലേക്ക് ഇങ്ങനെ നീങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പിൻവാങ്ങി എന്നൊക്കെ ഒരു മീനിങ് ആണല്ലോ വരുന്നത്. അപ്പൊ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള പുള്ള് വെച്ചിട്ടുള്ള വാക്കുകൾ ഞാൻ ഒന്നും കൂടെ പറയാം. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ അറിയാലോ, ത്രൂ ആണ്. ത്രൂ അതിൽ കൂടെ പുള്ള് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരണം ചെയ്യുക. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടിൽ പോയിട്ട് പുള്ള് ചെയ്യുക, എന്താ നമ്മുടെ വണ്ടി, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോവുക അല്ലെ. പുൾ ഓവർ ആയിട്ട് എന്തെങ്കിലും ഷോ ഒക്കെ റോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് എന്ത് പറയും? ആ വണ്ടി ആ സൈഡിൽ നീക്കിയിട്ടോ എന്ന് പറയും അല്ലെ. അപ്പൊ പുള്ള് ചെയ്തിട്ട് ആ വണ്ടി അവിടെ നിന്ന് പുള്ള് ചെയ്തിട്ട് അവിടെ സൈഡിൽ കൊണ്ട് ഇടാൻ പറയും, ഓവറായിട്ട് കാണിക്കുമ്പോൾ കേട്ടോ. അതാണ് പുൾ ഓവർ. ഇനി പുൾ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മല ആലോചിക്കുക. ആ മലയുടെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ വണ്ടി താഴത്തേക്ക് ഡൗണിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ വണ്ടി അവിടെ പോയിട്ട് കൊളാപ്സ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമവും വരും അല്ലെ. അപ്പൊ ഡിപ്രസ് സമ്മണും കൂടെ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി പുൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പ് വരെ ഈ വണ്ടി ഇങ്ങനെ പുള്ള് ചെയ്ത് കൊണ്ടുപോകാൻ ആലോചിക്കുക. എന്നിട്ട് അതിന്റെ ഏറ്റവും അറ്റെത്തി കഴിയുമ്പോൾ എന്ത് പറ്റും? അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ടു സ്റ്റോപ്പ് ആണ് അതിന്റെ മീനിങ് വരുന്നത്. ഇനി പുൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? 4 പേര് കൂടിയിട്ടാണ് കേട്ടോ പുള്ള് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു സപ്പോർട്ട് കിട്ടുമല്ലേ, കാരണം 4 പേരുണ്ടല്ലോ. അപ്പൊ സപ്പോർട്ട് അല്ലെങ്കിൽ എൻകറേജ് എന്നൊരു മീനിങ് ആണ് പുൾ ഫോർ. പുൾ ടുഗെദർ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പറേറ്റ് ആണ്. എല്ലാവരും കൂടിയാണ് അതിനെ പുള്ള് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടുഗെദർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലോ, എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിട്രീറ്റ്, അതായത് പിൻവാങ്ങുക. അപ്പൊ ഇത്ര ഓക്കെയാണല്ലോ. ഇനി അടുത്ത് നമുക്ക് കം വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ കം എക്രോസ് ആണ്.
കം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഫൈൻഡ് ബൈ ചാൻസ്, ആകസ്മികമായിട്ട് കണ്ടുമുട്ടുക എന്നൊരു മീനിങ് ആണ് കം അക്രോസ് കേട്ടോ. നമുക്കൊരു സെന്റൻസ് നോക്കാം. വെൻ ഐ വാസ് ക്ലീനിങ് മൈ റൂം ഐ കെയിം അക്രോസ് മൈ മിഡിൽ സ്കൂൾ ഡയറീസ്. ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണ്ടത്തെ സ്കൂൾ ഡയറീസ് ഒക്കെ കാണാൻ ഇടയായി എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ടു ഫൈൻഡ് ബൈ ചാൻസ് ആണ്. ഓക്കെ, അപ്പൊ കം അക്രോസ് തന്നെ ആവണം എന്നില്ല കേട്ടോ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള കേമും വരാം കേട്ടോ. കേം അക്രോസ് ഒക്കെ വരാം. ഇനി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കം അക്രോസ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഈ ക്രോസ് എന്നുള്ള വാക്ക് എടുക്കാം. ഓക്കെ, ക്രോസ്, അതായത് നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ, നമ്മൾ ഈ റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ബൈ ചാൻസ് കാണാറുണ്ട് അല്ലെ. ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ബൈ ചാൻസ് കാണാറുണ്ടെന്ന് ആലോചിക്കാം. അപ്പോൾ എന്ത് പറ്റും? അവർ നമ്മുടെ അടുത്തേക്ക് വരും അല്ലെ, കം ചെയ്യും. അപ്പൊ കം അക്രോസ് എന്ന് പറഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അവർ നമ്മുടെ അടുത്ത് വരും. അങ്ങനെ കം അക്രോസ് ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. തെറ്റിക്കില്ലല്ലോ, ടു ഫൈൻഡ് ബൈ ചാൻസ് ആണ് കേട്ടോ. ഇനി അടുത്തത് കം അപ്പ് ആണ്. കം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബിഗിൻ ടു ഗ്രോ. നമുക്കറിയാം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോ ചെയ്യുക അല്ലെ, മുകളിലേക്ക് ഗ്രോ ചെയ്യുക എന്നുള്ള രീതിയിൽ. കം എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോ ചെയ്യുക അല്ലെ. ടു ബിഗിൻ ടു ഗ്രോ ആണ് കം അപ്പ്. ഇനി അടുത്ത് നോക്കിയേ, കം അപ്പ് ടു ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കം അപ്പ് ആണ് കേട്ടോ. ഇവിടെ നോക്കിയേ, കം അപ്പ് ഒരു ടൂവും കൂടെ വന്നിട്ടുണ്ട്. കം അപ്പ് ടു എന്ന് പറഞ്ഞാൽ റീച്ച് അല്ലെങ്കിൽ ടു ഈക്വൽ ആവുന്ന വരെ, അല്ലെങ്കിൽ ഈക്വൽ ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കം അപ്പ് ടു. നമ്മൾ പറയില്ലേ കം അപ്പ് ടു മൈ ലെവൽ, എൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് അവിടെ എത്തണം എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് കം അപ്പ് ടു കേട്ടോ. ദ മൂവി ഡിഡിൻ കം അപ്പ് ടു അവർ എക്സ്പെക്ടേഷൻസ്. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസിന്റെ അത്രയും മൂവി വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പൊ കം അപ്പ് ടു എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെ, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആവുന്ന വരെ. കം അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രോ ചെയ്യാം അല്ലെ, ഗ്രോ ചെയ്തിട്ട് ഈക്വൽ ആവുന്ന വരെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം, കം ഡൗൺ ആണ്. കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ എന്നൊക്കെ ഒരു മീനിങ് ആണ് കം ഡൗൺ. നമുക്കറിയാലോ കം ഡൗൺ എന്ന് പറഞ്ഞാൽ കം ഡൗൺ ദ സ്റ്റെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങി വരിക അല്ലെ, അല്ലെങ്കിൽ താഴെ ഇറങ്ങുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കം ഡൗൺ എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ നോക്കാം, പ്രൈസസ് വിൽ നോട്ട് കം ഡൗൺ വെരി ഫാർ. അതായത് പ്രൈസസ് അത്ര പെട്ടെന്നൊന്നും താഴില്ല, അതായത് ഇറങ്ങി വരില്ല എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കം ഡൗൺ ഒക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് അല്ലെ. കം ഡൗൺ, കം അപ്പ് ആണെങ്കിലും ഉയർന്നു വരിക, കം ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് പോവുക, കൊളാപ്സ് ചെയ്യുക അല്ലെങ്കിൽ ഇറങ്ങി വരിക എന്നൊക്കെ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. കം അക്രോസ് എന്തായിരുന്നു? നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു, ആകസ്മികമായിട്ട് കണ്ടുമുട്ടി. അപ്പൊ ആലോചിക്കാലോ, കം അപ്പ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക, കം അപ്പ് ടു എന്ന് പറഞ്ഞാൽ അത് വരെ, അത് ഈക്വലന്റ് ആവണ വരെ ഉയർന്നു വരിക എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. കം ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരിക, താഴേക്ക് ഇറങ്ങുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. അടുത്ത് നോക്കാം, കം എബൌട്ട് ആണ്. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പൻ, സംഭവിക്കുക എന്നൊരു മീനിങ് ആണ് കം എബൌട്ട് കേട്ടോ. സംഭവിക്കുക, ഹാപ്പൻ. ഓക്കെ, അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, കം എബൌട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എബൌട്ടിന് പകരം ബോട്ട് എന്ന് ആലോചിക്കാം. ഓക്കെ, ബോട്ട്, നമ്മുടെ ബോട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ബോട്ടിലൊക്കെ ചില ആൾക്കാർ വരുന്ന സമയത്ത്, കം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബോട്ട് ആക്സിഡന്റ് ഒക്കെ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കും, എങ്ങനെയാ ബോട്ട് ആക്സിഡന്റ് ഹാപ്പൻ ചെയ്തേ, എങ്ങനെയാ സംഭവിച്ചേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. കം എബൌട്ട് എന്ന് പറയുമ്പോൾ ബോട്ട് ആലോചിക്കുക. ബോട്ടിൽ വരുന്ന സമയത്ത്, കം ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് ആക്സിഡന്റ് ഹാപ്പൻ ചെയ്തേ. അപ്പൊ കം എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പൻ ചെയ്യുക. എന്താണ്? ഹാപ്പൻ ചെയ്യുക കേട്ടോ. ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം, കം ഓഫ്. കം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബി സക്സസ്ഫുൾ ആണ്, വിജയിക്കുക, അതൊക്കെയാണ് കം ഓഫ് എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ്? ടു ബി സക്സസ്ഫുൾ. ഇനി നമുക്കിത് ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫ് ഒക്കെ വന്നു എന്ന് വിചാരിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഓഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും അല്ലെ. നമ്മൾ ഒരുപാട് സമയമൊക്കെ എടുത്ത്, കാരണം നമുക്ക് ഓഫ് കിട്ടിയേക്കാണല്ലോ, അപ്പൊ നമ്മൾ ഒരുപാട് സമയമൊക്കെ എടുത്ത് അത് നല്ല രീതിയിൽ ചെയ്യും. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആവുമെന്ന് ആലോചിക്കാം. അതേസമയം ഇപ്പൊ എന്തെങ്കിലും വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ വേഗം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ചിലപ്പോൾ സക്സസ്ഫുൾ ആവണം എന്നില്ല. അപ്പൊ ഓഫുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് സക്സസ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ടു ബി സക്സസ്ഫുൾ. കിട്ടുന്നുണ്ടോ? ഇത് ഈ ഫ്രേസൽ വെർബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം, നമുക്ക് കമ്മ് വെച്ചിട്ടുള്ള ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാ? കം അക്രോസ് കിട്ടിയല്ലോ, ഫ്രണ്ടിനെ ബൈ ചാൻസ് കാണാം. കം അപ്പും കം ഡൗണും നിങ്ങൾക്ക് അറിയാം, കാരണം ഉയർന്നു വരിക. കം ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തേക്ക് വരിക അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. കം അപ് ടു എന്ന് പറഞ്ഞാൽ അത് വരെ അല്ലെ, അതിന് ഈക്വലന്റ് ആവണ വരെ.
അപ്പൊ അത് ഈക്വൽ അല്ലെങ്കിൽ റീസ് എന്നുള്ളൊരു മീനിങ് ആണ്. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ. നമ്മൾ ബോട്ടിലൊക്കെ വരികയാണ്, കം ചെയ്യാണ്. അപ്പൊ എങ്ങനെ ബോട്ട് മറിഞ്ഞു, അപ്പൊ അതെങ്ങനെ ഹാപ്പൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. കം ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് വരുന്ന ദിവസം, കം ചെയ്യുന്ന ദിവസം നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും സക്സസ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം എല്ലാം കമ്മു വെച്ചിട്ടും എല്ലാം പുള്ളു വെച്ചിട്ടൊക്കെ വേണമല്ലോ നമ്മൾ കണക്ട് ചെയ്ത് പറയാൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ മുമ്പത്തെ ഫ്രേസിൽ ഓർബന്റെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.